1 run यानी 1 point, 6 run यानी 3 point और 4 run यानी 2 point. पहले क्रिकेट लर्न करो, फिर क्रिकेट अनलर्न करो. ज्ञान की कमाई जो है 11wickets.com पे maximum points मतलब maximum cash. 11wickets.com. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് 11 വിക്കറ്റ്സ് ആണ്. ഈ ഒരു 11 വിക്കറ്റ്സിൽ നമുക്ക് ഫാൻറ്റസി ഗെയിം കളിക്കാൻ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് 11 സർക്കിൾ 11 വിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും റെഫറൽ കോഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് 3 ഗെയിംസാണുള്ളത്. ഇതിൽ നമുക്ക് ഓരോ റെഫറിനും 50 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ റെഫർ ചെയ്തുകൊണ്ടും ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ ഇതിലുള്ള ഗെയിംസ് ഉള്ളത്. ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഫുട്ബോൾ, ബാസ്ക്കറ്റ് ബോൾ, ഇങ്ങനെയുള്ള 3 രീതിയിലുള്ള ഫാൻറ്റസി ഗെയിംസാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ പ്രൊഫൈൽ സെക്ഷനിലുണ്ട്. ഇൻവൈറ്റ് ലിങ്കൊക്കെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ പുതിയൊരു ഫീച്ചർ ഉണ്ട്. 2020 ഇന്ത്യൻ 2020 ലീഗ് ഇതിലിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടീം ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓരോ ദിവസവും നമുക്ക് 15 രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓരോ ദിവസവും നമുക്ക് 15 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൽ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. അതിൽ ഓരോ 20 മിനിറ്റിലും നമുക്ക് കയറിയിട്ട് അതിൽ നിന്നുള്ള ബിറ്റ് കോയിനാണ് കിട്ടുന്നത്. ബിറ്റ് കോയിൻ ക്ലെയിം ചെയ്യുക. ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോകുന്നു വേണ്ട. അതെങ്ങനെയാണ് paytmലേക്ക് ആ ബിറ്റ് കോയിൻ മാറ്റുക എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആ 2 വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, പുതിയതായിട്ട് ഇട്ടതാണ്. എല്ലാവരും ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ എങ്ങനെയെന്ന് മനസ്സിലാക്കുക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ബിറ്റ് കോയിൻ മാത്രമല്ല, ഏതൊരു ക്രിപ്റ്റോ കറൻസി ആയിക്കോട്ടെ അത് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് paytmലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ എവിടേക്കാ വെച്ചാൽ മാറ്റാം. എങ്ങനെ വെച്ചാൽ അത് ചെയ്യാം. അതിനുള്ള 2 വീഡിയോ ഞാൻ ഇട്ടുകയാണ്. അത് രണ്ടും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓരോ ദിവസവും നമുക്ക് 15 രൂപ വെച്ചിട്ട് നമുക്ക് അവർ തരുന്നുണ്ട്, ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓരോ 20 മിനിറ്റിലും കയറിയിട്ട് നമുക്ക് ക്ലെയിം ചെയ്ത് ബിറ്റ് കോയിൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വിഡ്രോ ഒക്കെ അതിൻ്റെ എമൗണ്ട് ആകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്ത് മാറ്റാനും സാധിക്കുന്നുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് വീഡിയോ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകാരമാണ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഓപ്ഷനിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത് ജസ്റ്റ് ഒരു പ്രസ് ചെയ്യൽ ഒറ്റ ക്ലിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത് വലിയ പ്രചോദനവും പ്രോത്സാഹനമൊക്കെ ആയിരിക്കും. മാത്രമല്ല അതെനിക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഇടുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്കും കിട്ടില്ല. അതൊക്കെ ഞാൻ വേറെ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോൻ്റെ സൈറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണില്ല. ഞാൻ പുതിയൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സൈറ്റ്. അപ്പോൾ ആ സൈറ്റിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ മൈ ബ്ലോഗ് ലിങ്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാം ഒരു പേജ്, അടിയിലായിട്ടൊരു പേജ് നമുക്ക് കാണാം. അതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ ലിങ്ക്, റെഫറൽ കോഡൊക്കെ ഇവിടെ കാണാം. റെഫറൽ കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക് ഇവിടെ ഉണ്ട്. ഇങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം വീഡിയോസ് വരിക. അപ്പോൾ ഇതെൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് പറഞ്ഞിട്ടിരിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ലിങ്ക് കാണില്ലല്ലോ, റെഫറൽ കോഡിൽ കാണില്ലല്ലോ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണ്ട. അപ്പോൾ ഈ ബ്ലോഗിലായിരിക്കും ലിങ്കും റെഫറൽ കോഡൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എല്ലാ വീഡിയോയിലും ലിങ്കും റെഫറൽ കോഡൊക്കെ ഈ ഒരു ബ്ലോഗിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ബ്ലോഗിൽ പോയിട്ട് നിങ്ങൾ എന്താക്കുക, ഈ ഒരു സൈറ്റിൻ്റെ ലിങ്കിലേക്ക് ഇങ്ങനെ കയറി വരിക. അപ്പോൾ ആ സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജായിരിക്കും വരിക. നിങ്ങളിവിടെ സൈനപ്പ് എന്നുള്ള ഒരു ചുവന്ന ബട്ടൺ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ആ ചുവന്ന സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാനുള്ളൊരു പേജ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID നൽകുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഇമെയിൽ ID നൽകുക, ഒരു പാസ്വേഡും താഴെ കൊടുക്കുക. ശേഷം ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചുവന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരുന്നതായിരിക്കും. ആ മെയിലൊന്ന് ജസ്റ്റ് പോയിട്ട് കൺഫർമേഷൻ ചെയ്യണം. അതിന് ഇവിടെ ഒരു കോഡ് കൊടുക്കണം. ആ കോഡ് ആ ഇമെയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കോഡ് കൊടുക്കേണ്ടത് ആ ഇമെയിലിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ ഈ കോഡ് എന്താണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മേലെ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ മെയിലിൽ നമുക്ക് ഇവിടെ ഒരു കോഡ് കാണാം. ഈ കോഡ് ഒന്നായിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഓരോന്നോരോന്നെടുത്ത് അടിച്ചു കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ആ വെബ്സൈറ്റിൽ പോയിട്ട് അതവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് ആ കോഡ്, കൺഫർമേഷൻ കോഡാണ്. ഈ കോഡ് ഇവിടെ അടിച്ചിട്ട് കൺഫർമേഷൻ എന്നുള്ള ആ ഒരു കൺഫേം ഇമെയിൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇതൊരു ഗെയിമിംഗ് വെബ്സൈറ്റ് ആണ്. ഇതിൽ ക്യാഷ് കൊടുത്തിട്ടാണ് ഗെയിം കളിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഒരു ഓഫർ ഉണ്ട്, ബിറ്റ്കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിലൊരു 3 ഡോട്ട് പോലത്തെ കാണാൻ പറ്റും സൈഡിൽ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് ഈ ബിറ്റ്കോയിൻ്റെ ഒരു വാലറ്റ് മുകളിൽ കാണാം. അതിൻ്റെ ഇപ്പുറത്തൊരു ചതുരപ്പെട്ടി പോലെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രീ BTC എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ കയറിയാൽ തന്നെ ഇതിങ്ങനെ മൈനിങ് ആവൽ തുടങ്ങും. ഇതിൽ നമ്മൾ കയറിയിരിക്കണം എന്നൊന്നുമില്ല, നെറ്റ് ഓൺ ആക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ 20 മിനിറ്റ് ഇവിടെ സംഭവം ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണ്. കുറച്ചൊരു പച്ച കളറിൽ അതിങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിഡ്രോ എന്നുള്ള സെക്ഷൻ എനേബിൾ ആവും. അപ്പോൾ ഇത് നമുക്ക് ഓരോ 20 മിനിറ്റിലാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. വിഡ്രോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നേരെ വന്നിട്ട് നമ്മളെ മുകളിലുള്ള BTCൻ്റെ ഒറിജിനൽ വാലറ്റിൽ ആഡാവും. അങ്ങനെ ആ ഒറിജിനൽ വാലറ്റിൽ ആഡായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ സെക്ഷന്. നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്ന് ഇവിടെ മുകളിലൊരു വാലറ്റ് കാണാൻ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അവിടേക്കാണ് ആഡാവുക. ശേഷം ഇവിടെ താഴോട്ട് ഒരു ഗോൾഡൻ ബ്ലോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾ നോക്കിയാൽ വേണ്ട. അതൊക്കെ ക്യാഷ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ മൈനിങ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടാനുള്ളതാണ്. താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാത്ത അതൊന്നും നിങ്ങൾ നോക്കാതിരിക്കണം. നല്ല ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ അതൊന്നും നോക്കിയിട്ട് പൈസ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോ 20 മിനിറ്റിലും വന്ന് ഇവിടെ ക്ലെയിം ചെയ്യുക. അത് നേരെ ഇനി നമുക്കിത് വിഡ്രോ ചെയ്യാനായിട്ട് മുകളിലുള്ള വാലറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം അവിടെ വാലറ്റിൻ്റെ ഒരു പച്ച കളറിൽ ആഡിൻ്റെ ചിഹ്നം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വിഡ്രോ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്ലോ എന്നുള്ളതിൽ ആക്കിയിടണം കേട്ടോ. അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നുള്ളതിലാക്കിയിട്ടാൽ പെട്ടെന്ന് വിഡ്രോ എത്തും, പക്ഷേ അതിന് നല്ല ഫീ പിടിക്കും. സ്ലോ എന്നുള്ളതിലാക്കിയിടാം. ശേഷം ഇവിടെ paytm നിങ്ങളുടെ BTC അഡ്രസ്സ് വഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ കൊടുക്കാം, കോയിൻ ബേസിൻ്റെ കൊടുക്കാം, ഫ്യൂസറ്റ് ബാൻഡ് കൊടുക്കാം, ഏതിൻ്റെ നമ്മുടെ അഡ്രസ്സ് വേണമെങ്കിലും കൊടുക്കാം. അതിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും. പിന്നെ ഇവിടെ BTC എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിൻ്റെ ഒരു മിനിമം എമൗണ്ട് ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിവിടെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണാം. ഓരോ 20 മിനിറ്റ് ആകുമ്പോൾ അത് ഫുള്ളാവും. അപ്പോൾ നമുക്കിവിടെ വന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ വേണമെന്നൊന്നുമില്ല. അത് 20 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഫുള്ളായി നിൽക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ മറന്നു പോയാലും ഇതിൽ വന്നിട്ട് വിഡ്രോ ചെയ്യുക. പിന്നെയും ഫസ്റ്റ് മുതൽ മൈനിങ് ആവും. അങ്ങനെ ഓരോ 20 മിനിറ്റിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അത് നമ്മളുടെ മെയിൻ വാലറ്റിലേക്ക് ആഡാവും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്കോ ഏതാ വാലറ്റ് വെച്ചാൽ അവിടേക്ക് നമ്മുടെ BTCൻ്റെ വാലറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടുന്ന് എങ്ങനെ പിന്നെ paytm ക്യാഷോ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പണമോ എങ്ങനെ ആക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ടെലഗ്രാം ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് 2 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എങ്ങനെ ക്യാഷ് ആക്കുക എന്നുള്ളത്. ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെബ്സൈറ്റിൽ വരേണ്ട ആവശ്യമില്ല. ഇവിടെ ആഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മോഡൽ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മുതലെടുപ്പ് നടത്തുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ റെഫർ ആൻഡ് ഏൺ സിസ്റ്റം ഉണ്ട്. അതിനായിട്ട് നിങ്ങളിവിടെ പിന്നെ ഇവിടെ ഒരു പോയിൻറ്റിങ് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് റെഫറിങ് വലിയൊരു കാര്യമൊന്നുമില്ല എങ്കിലും ഇതിൽ നല്ലൊരു ശതമാനം നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ വിഡ്രോ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കുറച്ചൊരു എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. വലിയൊരു എമൗണ്ടൊന്നും റെഫറിങ്ങിൽ കിട്ടില്ല. കൂടുതൽ ഇതിൽ സെൽഫ് ഏണിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഓഫറാണ് ഈ മൈനിങ് കിട്ടുന്നത് എന്നുള്ളത്.
അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറിങ്ങിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. അങ്ങനെ അത് നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ പറ്റും. നല്ലൊരു ആപ്ലിക്കേഷൻ, നല്ലൊരു വെബ്സൈറ്റാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല BTC അങ്ങനെ പിന്നെ paytm ക്യാഷോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ക്യാഷോ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോവുക. 2 വീഡിയോസ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ടെലഗ്രാം ചാനലിൽ, അത് കണ്ട് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് കാണാം. ഇനി ഏത് കോയിനാണെങ്കിലും ETH ആണെങ്കിലും BTC ആണെങ്കിലും എല്ലാ കോയിനും എക്സ്ചേഞ്ച് ചെയ്തിട്ട് മാറ്റാനുള്ള വീഡിയോ ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത്. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നത് എങ്ങനെ ആക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന്, ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.